മലയാറ്റൂരിലെ 19 വയസ്സുകാരുടെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. പെൺകുട്ടിയുടെ ശരീരമാസകലം മുറിവുകളുണ്ട്. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ലിഡിയ ജേക്കബിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ലിഡിയ, മറ്റെന്തൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ജീന, കഴിഞ്ഞ ദിവസമാണ് മലയാറ്റൂരിൽ 19 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് കൊലപാതകമാണ് എന്ന പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മരണകാരണം തലക്കേറ്റ ക്ഷതമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുടെ ശരീരമാസകലം മുറിവുകളും ഉണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അടിയോ കാര്യങ്ങളോ ഏറ്റതിന്റെ ആകാം ഇത്തരത്തിൽ മുറിവും കാര്യങ്ങളും ഒപ്പം തലക്കേറ്റ ക്ഷതവും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ്. പെൺകുട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക പീഡനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അതിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മലയാറ്റൂർ മുണ്ടമറ്റത്തെ വീട്ടിൽ നിന്നും ചിത്രപ്രിയയെ കാണാതാകുന്നത്. തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് പോലീസ് ഈ കുട്ടിയുടെ ആൺ സുഹൃത്തിനെ അടക്കം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആൺ സുഹൃത്താണ് ഇത്തരത്തിൽ ഈ കൊലപാതകം ചെയ്തതെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരി ലിഡിയ.